വരുമ്പോഴാണ് ബി ജെ പി ചെറുക്കപ്പെടുന്നത്. എന്നാലും പല സ്ഥലങ്ങളിലും ബി ജെ പി 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഉൾപ്പെടെ സ്ഥലങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭ കിട്ടുകയും ചെയ്തു. അപ്പോൾ ബി ജെ പി പഴയ സാഹചര്യമല്ല, അവർ കേരളത്തിൽ ഒരു സ്വാധീനം ഉറപ്പിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് പല മണ്ഡലങ്ങളും അവർക്ക് അവരുടേതായ അവരുടെ പരിധിയിലാണ്, അവർക്ക് സംഘടനാ ശേഷിയുണ്ട്. അത്തരം ഒരു സംവിധാനമാണ് നിലനിൽക്കുന്നത്. ആ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതേസമയം തന്നെ ദേശീയ തലത്തിൽ ഇത്ര സ്വാധീനം ഉണ്ടാക്കിയിട്ടും കേരളത്തിൽ അവർക്ക് സംഘടനാ സംവിധാനമൊക്കെ ഉണ്ടായിട്ടും കേരളത്തിൽ നിയമസഭയിലേക്ക് ഉള്ളൊരു സീറ്റ് പോവുകയും പിന്നെ അവർക്ക് ആ നിലയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത വലിയൊരു ക്ഷീണം അവർക്കുണ്ട്. ബംഗാളിൽ അത്ര ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ കൂടി കേരളത്തിൽ കുറച്ച് സീറ്റുകൾ അവർക്ക് വേണം എന്നുള്ള അവരുടെ ആവശ്യമാണ്. കാര്യം അവർക്ക് ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് അതിലേക്ക് വരാനായിട്ട് ഒരു ആദ്യഘട്ടം കടക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് സീറ്റ് വേണം. അപ്പോൾ അതിനവർ പരമാവധി ശ്രമിക്കും. അതിനേത് വഴി അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ പാർട്ടിയുടെ തന്ത്രം മുഴുവൻ നമുക്കറിയാം. ആരിൽ എന്ത് തന്ത്രം ആവിഷ്കരിക്കുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ളതാണ്. മറുഭാഗത്ത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാത്ത വിധത്തിലാണ് 3ാമത്തെ തവണ വരാമെന്നുള്ളത് ഒരു നിർബന്ധിതമായൊരു എന്തായാലും വന്നേ പറ്റുമെന്നൊരു ഇതുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ സമയത്ത് അധികാരത്തിൽ വരാൻ നോക്കുന്നത് UDF ഉണ്ട്. പക്ഷേ ആ ഒരു നിലയ്ക്കുള്ള ഒരു സാധ്യത നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പൊളിറ്റിക്കലായിട്ട് എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നതിനെ കുറിച്ചിട്ടുള്ള നമ്മൾ ഔപചാരിക തലത്തിലും ചർച്ച നടക്കാനുള്ള സാധ്യതകൾ വളരെ വിരളായിരിക്കാം. എനിക്കറിയില്ല, നമ്മൾ അതിനെക്കുറിച്ച് അത്ര ഗൂഢാലോചന ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ CPM കോർ കാഡേഴ്സ് ഒന്നും പോയിട്ട് BJP വോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ അത്തരം ഒരു സാഹചര്യം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നടക്കും എനിക്കറിയാം. അങ്ങനെ ആലോചിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇതിനെ വേറെ തരത്തിൽ ആവിഷ്കരിക്കാൻ പറ്റും. അതായത് വോട്ട് ട്രാൻസ്ഫർ അല്ലാത്ത തരത്തിൽ ആവിഷ്കരിക്കാനുള്ള പല സാധ്യതകളുണ്ട്. രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം UDF ആണ് ശത്രു. അത് നമുക്കറിയില്ല. നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആക്രമിച്ചത് കോൺഗ്രസിന് ഐഡിയോളജിക്കലി പോലും BJPക്ക് ഇപ്പോൾ പറ്റാത്ത കാര്യം മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആധാര പുസ്തകമായിട്ടുള്ള ഗോൾവാൾക്കറുടെ ചിന്തയിലുള്ള ആഭ്യന്തര ശത്രുക്കളാണ് ഇവർ. മുസ്ലിങ്ങൾ മാവോയിസ്റ്റുകളാണെന്ന് കമ്മ്യൂണിസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല, വ്യവസായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല. അവർ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. വ്യാപക എലിമിനേഷൻ നടക്കുന്നുണ്ട്. നമുക്കറിയാം, കൂട്ട എലിമിനേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉള്ളിൽ നിന്നുള്ളൊരു ഐഡിയോളജിയാണ്. ഇത് കോൺഗ്രസ് ആണ് ഇതൊന്ന് സ്ഥാപിക്കുന്നത്. കാര്യം അവരുടെ ഏറ്റവും വലിയ ആഭ്യന്തര ശത്രുക്കൾ കോൺഗ്രസ് തന്നെയാണ് സ്ഥാപിക്കുക. അപ്പോൾ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് കേരളത്തിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാവുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാന്ധിയും ജയിച്ചു വരുന്ന സ്ഥലം. അപ്പോൾ കോൺഗ്രസ് ഒരു ടാർഗറ്റ് ഏരിയയാണ്, കേരളം ഒരു ടാർഗറ്റ് ഏരിയയാണ്. അപ്പോൾ കോൺഗ്രസിനെ അവസാനിപ്പിക്കുക, കേരളത്തിൽ ദുർബലപ്പെടുത്താനുള്ള ഒരു BJPക്ക് പ്രോജക്റ്റ് ഉണ്ട്. അതേസമയം കോൺഗ്രസ് ദുർബലപ്പെടുത്തിയാൽ മാത്രമേ CPM 3ാം തവണ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളൂ.